പാർട്ടി മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാരണം അതിൻ്റെ പൂർത്തീകരണം ബ്രാഞ്ചിൽ നമ്മൾ പൂർത്തീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇങ്ങനെ പെൻഡിങ്ങിലിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാൽ മതി, എന്നെ ഘടകത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഒരു ഘടകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുവരെ ആലപ്പുഴ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ ഇല്ലാത്തൊരു ഘടകം അഭിഭാഷകരെല്ലാം കൂടെ ചേർത്തൊരു ഘടകം ഇവിടെ ഉണ്ടാക്കി ആ ഘടകത്തിനകത്ത് സഖാവ് ജി സുധാകരനെ ഉൾപ്പെടുത്തി പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ സ്ക്രൂട്ടണി യോഗം കഴിഞ്ഞ ദിവസം നടത്തിയായിരുന്നു. ആ സ്ക്രൂട്ടണി യോഗത്തിൽ ആ സഖാവ് സുഖമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിലും ആ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ നിന്ന് ലവിയും പരിസംഖ്യം മേടിച്ചത് പുതുക്കാനും തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് വേറെ പ്രശ്നം, അവിടുത്തെ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് വെച്ചാൽ ഫാറം വീട്ടിൽ കൊടുത്തു, പൂരിപ്പിച്ച് തരണമല്ലോ, അതും തരണം, ലവിയും തരണം. അപ്പോൾ അവരോട് പറഞ്ഞു, ശരി ഞാൻ DC കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതിനുശേഷം പിന്നെ ഞാൻ ചാനലിലൂടെയാണ് കാണുന്നത്. ചാനലിൽ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പുതുക്കുന്നില്ല വിവരം നമ്മളറിയുന്നത്. എങ്ങനെയാണ് വിവരം അറിഞ്ഞത് നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിൽ ഫൈനലൈസ് ചെയ്യുന്നത് DC ആണല്ലോ. ജില്ലാ കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് ഫൈനലൈസ് ചെയ്യുന്നത്, സ്ക്രൂട്ടണി. ആ ഫൈനലൈസ് ചെയ്യുന്ന ഘടകത്തിൽ ഞങ്ങൾ കടന്നിട്ടേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പുതുക്കിയാണ് ബ്രാഞ്ച് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അംഗീകരിക്കണമെങ്കിൽ ലവിയും പരിസംഖ്യ അടയ്ക്കണം, ഫാറവും പൂരിപ്പിച്ച് തരണം. അത് തന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത് ഒഴിവാകുന്നു എന്ന രൂപത്തിലേക്ക് പറഞ്ഞു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു പരിപാടിയില്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇപ്പോഴും പുതുക്കിയല്ലോ, ബ്രാഞ്ചിൽ പുതുക്കി മെമ്പർഷിപ്പ്. അദ്ദേഹം ഫാറവും തരാത്തത് കൊണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് ഒഴിവായത്. അപ്പം ഒരു രൂപത്തിലുമുള്ള ഒരു അവഗണനയും അദ്ദേഹത്തോടും കാണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാവില്ല, കുറേ നാളുകളായിട്ട് തന്നെ അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ അതിനെ സഹായകരമായ രൂപത്തിലേക്കാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. മെമ്പർഷിപ്പിൽ നിന്ന് ഒഴിവാകുന്നതും അവഗണിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ആ രൂപത്തിലാണ്. സുധാകരൻ സാഹിബിനെ പോലൊരു സഖാവിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചാലത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെയും പോയി പറഞ്ഞു, അദ്ദേഹം ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കാരണം വേറൊരു സാധാരണ പാർട്ടി നേതാവ് പാർട്ടിക്കാരനല്ലല്ലോ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അങ്ങനെയുള്ള നേതാവ് മാർക്സിസം ലെനിനിസത്തെക്കുറിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള സാധനം, കൃത്യമായി അതിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ചൊക്കെ വളരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് സഹാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു സഹാവാണ്. അല്ലേ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ ഒരു അപജയം യഥാർത്ഥം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഗൗരവമുള്ള പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെയുള്ള നേതാക്കന്മാർ, ഇങ്ങനെയുള്ള പ്രവർത്തിക്കുന്ന ഒരു സഖാവിന് പോലും അപജയം ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു പുതിയ പാഠം ഞങ്ങൾ പഠിക്കുകയാണ്, ഞങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഇങ്ങനെ ഒരു സഖാവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നതല്ലേ, മാർക്സിസത്തെ കുറിച്ച് ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ തത്വശാസ്ത്രം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂറ് 63 വർഷക്കാലം അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുക, അതിൻ്റെ എല്ലാ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുക, ബഹുജന സംഘടനയുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവായി പ്രവർത്തിക്കുക. ഇതൊക്കെ ചെറിയ കാര്യമാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രൂപത്തിൽ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒരിക്കലും ഇങ്ങനൊരു അവജയം ഉണ്ടാകാൻ പാടില്ലാത്ത അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംപ്രശ്നം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയെല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹം പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ
ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്മാറുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്മാറുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസം കാണാം.